പ്രകാശ് ഏട്ടാ ഇവളോട് മര്യാദയ്ക്ക് സംസാരിക്കാൻ പറ. അവള് മോശമായിട്ടൊന്നും പറഞ്ഞില്ലല്ലോ, നല്ല ഫുഡ് ഉണ്ടാക്കാല്ലോ പറഞ്ഞേ. അപ്പൊ നിങ്ങൾ ഈ കഴിക്കണ ഭക്ഷണം കൊള്ളില്ലേ? ചോദിച്ചേട്ടില്ലേ? നമുക്കിത് പിന്നെ സംസാരിക്കാം. പറ്റില്ല, ഇപ്പൊ സംസാരിക്കണം. ഞാനീ ഉണ്ടാക്കിയ ഭക്ഷണം നല്ലതാണോ അല്ലയോ? പറ അച്ഛ കൊള്ളില്ലാന്ന്. എന്നാ കേട്ടോ, കൊള്ളത്തില്ല. ജു, നീ ഇങ്ങനെ കരയല്ലേ? നീ നിർബന്ധിച്ചോണ്ടല്ലേ ഞാൻ അങ്ങനെ പറഞ്ഞത്. എന്നെ കെട്ടിയാ നീ ഒരിക്കലും കരയേണ്ടി വരില്ലെന്ന് നിങ്ങൾ എന്നോട് പറഞ്ഞത് മറന്നോ? അയ്യേ, ഇത് എന്ത് ഭയങ്കര ഡയലോഗാണ് അച്ഛാ. ഇവിടെ സംസാരിക്കുന്ന കേട്ടാ, ഒരു അമ്മയോട് പറയേണ്ട വർത്താനാണ് അവള് പറയുന്നത്. ഞാൻ അമ്മയെ കണ്ടു പഠിക്കുന്നത് ഇതൊക്കെ. കേട്ടാ, അവളുടെ സംസാരം കേട്ടാ, തറുതല മാത്രമേ പറയൂ. ദേവു മിണ്ടാതിരുന്നേ, അമ്മ സീരിയസ് ആയിട്ട് കരയാ. ഞാൻ ഉണ്ടാക്കുന്ന ഭക്ഷണം കൊള്ളില്ലേ നിങ്ങൾക്ക് എന്നോട് പറഞ്ഞൂടെ? എന്തിനാ എല്ലാവരുടെ മുമ്പിൽ വെച്ച് പറയുന്നേ? അച്ഛൻ പറഞ്ഞല്ലേ പിന്നെ സംസാരിക്കാന്ന്. അപ്പൊ അമ്മയല്ലേ പറഞ്ഞു ഇപ്പൊ സംസാരിക്കണമെന്ന് പറഞ്ഞ് ബിൽഡപ്പ് ഇട്ട് പോയത്. അത് പോയിന്റ്, നീ നിർബന്ധിച്ചിട്ടാ ഞാൻ പറഞ്ഞേ. സമ്മതിച്ചു, അതെന്റെ തെറ്റ്. പക്ഷെ പ്രകാശേട്ടാ, എനിക്കിവിടെ പ്രകാശേട്ടൻ മാത്രമേ ഉള്ളൂ. അപ്പൊ ഞാനോ? ഞാനില്ലേ? നീ ഉള്ളതും ഇല്ലാത്തതും കണക്കാം. പ്രകാശേട്ടാ, എന്റെ കൂടെ നിൽക്ക് പ്രകാശേട്ടാ. എനിക്കിവിടെ വേറെ ആരുമില്ല. എന്റെ സ്വർണ്ണം എല്ലാം നിങ്ങൾ പണയം വെച്ചില്ലേ, ഞാനത് ചോദിക്കുന്നുണ്ടോ? എന്നോട് കള്ളത്തരം കാണിക്കുന്നില്ലേ? ഞാൻ എന്തെങ്കിലും ഇവിടെ മിണ്ടുന്നുണ്ടോ? തിരിച്ച് നിങ്ങൾക്ക് എന്റെ കൂടെ നിന്നൂടെ? ഞാൻ അത്രയല്ല ആഗ്രഹിക്കുന്നുള്ളൂ. ഇനിയും പ്രകാശേട്ടൻ എന്നെ തള്ളി പറഞ്ഞ ഞാൻ എന്തെങ്കിലും ചെയ്യും പ്രകാശേട്ടാ. പാവല്ലേ? ആ ബെസ്റ്റ്. അച്ഛനെ ഭീഷണിപ്പെടുത്തിട്ട് പോയതാ അമ്മ, മനസ്സിലായില്ലേ? ഏയ് അതൊന്നുമല്ല, കൂടെ നിൽക്കാത്തതിന്റെ സങ്കടം. ഭാര്യ കരഞ്ഞു കാണിച്ചപ്പോ പ്രകാശന മനസ്സലിഞ്ഞു. കഷ്ടം. എന്താ ഇത് ഞാൻ മേടിച്ചു തന്നാണ്. നിങ്ങൾ എന്തേ കാണിക്കുന്നത്? എന്റെ ചെലവിന് എന്നെ വിട. നിങ്ങൾ എന്തേ കാണിക്കുന്നത്? അവരൊക്കെ കാണും. കാണട്ടെ, എല്ലാരും കാണട്ടെ. വിട്ടോ. ചേട്ടൻ എന്തേ കാണിക്കണേ? നീ മിണ്ടിപ്പോരുത്. ഇവൾക്ക് ഞാനിവിടെ ചെലവിന് കൊടുത്തിട്ട് അവൾക്ക് ഞാൻ മേടിച്ചത് സ്കൂട്ടർ വേണ്ട, ഇവിടെ നിന്ന് ഞാൻ കൊടുക്കുന്ന ഫുഡ് വേണ്ട, എന്നെ വേണ്ട. പിന്നെ ഇവിടെ എന്തിനാടാ ഈ വീട്ടിൽ നിൽക്കണത്? എന്തിനാ നിൽക്കണത്? ചേട്ടാ, ഒരാളും ഇടോട്ട് പോരുത്. ചേട്ടൻ നാട്ടുകാർ കാണും. ചേട്ടൻ എന്ത് കാണിക്കണേ? ചേട്ടാ, ഇതെന്റെ വീടാണ്. എന്നെ വേണ്ടാത്തവർക്ക് ഈ വീട്ടിൽ സ്ഥാനമില്ല. ഫ്ലവേഴ്സ് 9ാം വാർഷിക നിറവിൽ